അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ KLCC അക്വേറിയത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഇവിടെ ഇവർ ഈ അക്വേറിയം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രോഗ്രസീവ് ആയിട്ടാണ്. നമ്മുടെ ഒരു റിവറൊക്കെ ഫ്ലോ ചെയ്ത് അതിങ്ങനെ പല സ്ഥലങ്ങളിലൂടെ കടന്ന് കടലിലോട്ട് എത്തുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പാത്ത്, അതാണ് അവർ റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് മുകളിൽ ഉറവുകൾ ഉണ്ടാകുന്ന മൗണ്ടൻസിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് അപ്പൊ അവിടെ കാണുന്ന ജീവികളിൽ നിന്ന് തുടങ്ങിയിട്ട് റെയിൻ ഫോറസ്റ്റിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ജീവികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു റിവേഴ്സിലൂടെ വന്ന് അരുവികളിലൂടെ റിവേഴ്സിലൂടെ വന്ന് അപ്പൊ റിവേഴ്സിൽ അങ്ങനെയുള്ള നദികളിൽ കാണുന്ന മത്സ്യ വർഗങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ ജീവികൾ, അപ്പൊ അതിനെ കടന്നു വന്നിട്ട് ഇങ്ങനെ നമ്മുടെ വലിയ പുഴകള്, അങ്ങനെ ഒരു വലിയ വലിയ പുഴകളിലോട്ട് വരുന്ന ആ ഒരു ഇത് അവിടെ വരുമ്പോൾ കാണുന്നത്. അങ്ങനെ വന്നിട്ട് നമുക്ക് ഡീപ്പ് സീയിലോട്ട് വരുമ്പോൾ, നമ്മുടെ കടലിലോട്ട് വരുമ്പോൾ കാണുന്ന കോറൽ റീഫ്സ്, പിന്നെ അത് കഴിഞ്ഞ് കടലിലുള്ള വലിയ വലിയ മത്സ്യങ്ങളും തിമിംഗലങ്ങളും, അങ്ങനെയുള്ള ആ ഒരു രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് അവരിത് ഫുള്ള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ പോയി നമ്മളിപ്പോ പകുതി വഴി എത്തുമ്പം ഇപ്പൊ എൻഡിന്റെ അങ്ങോട്ട് എത്താറാകുമ്പോൾ നമുക്ക് കാണാം കോറൽ റീഫ്സ് ഉണ്ട്. നമ്മൾ കടലിൽ കാണുന്ന വിവിധ തരം മത്സ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു കുറെ ഈ പറഞ്ഞ റെയിൻ ഫോറസ്റ്റിലുള്ള ടൈപ്പ്, കരകളിൽ കാണുന്ന ടൈപ്പ് കുറച്ച് ജീവികൾ, കരയിലും വെള്ളത്തിലും കൂടെ ജീവിക്കുന്ന ജീവികള്. അപ്പൊ അങ്ങനെയുള്ള ജീവികൾ കടന്നു വന്നിട്ട് പിന്നെ പുഴയിൽ വന്നിട്ട് ഒരു മീഡിയം സൈസുള്ള മത്സ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സാധാരണ പുഴകളിലൊക്കെ കാണുന്ന ടൈപ്പ് കുറച്ച് വലുതുന്ന ഒരു മീഡിയം സൈസ്, അധികം വലുതല്ലാത്ത ടൈപ്പ് മത്സ്യങ്ങളും അങ്ങനത്തെ ഇതും അതിനെല്ലാം ഷോക്കേസ് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അതിന്റെ ഒരു പകുതി കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നതോറും നമ്മൾ വലിയ വലിയ ജലാശയങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള ഇടത്തോട്ട് വരുമ്പോൾ കാണുന്ന ടൈപ്പ് വെറൈറ്റി ടൈപ്പിലുള്ള വിവിധ തരത്തിലുള്ള കളറിലും ഇതിലൊക്കെയുള്ള മത്സ്യങ്ങളുടെ രീതിയിലോട്ട് വരുന്നു. ഇപ്പൊ നമ്മൾ വരുമ്പോൾ കടലിന്റെ അങ്ങോട്ട് വരുമ്പോൾ എൻഡിലോട്ട് നമ്മൾ ആ ടണലിലോട്ട് വരികയാണ്. ഇപ്പൊ ടണലാണല്ലോ എല്ലായിടത്തും ഇപ്പം ഈ പറഞ്ഞ അക്വേറിയംസിന്റെ. ഇവിടെയൊക്കെയാണ് അത് ഫസ്റ്റ് വന്ന സംഭവങ്ങളില്. ഇവിടെയൊക്കെ മലേഷ്യയിലൊക്കെയാണല്ലോ, അത് കഴിഞ്ഞാണല്ലോ നമ്മുടെ അടുത്തോട്ടൊക്കെ വന്നത്. അവിടുത്തെ ടണൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നല്ല നീറ്റായിട്ടൊക്കെ അവര് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കടലിൽ അങ്ങോട്ട് എത്തിയപ്പോൾ കോറൽ റീഫ്സ്, പവിഴപ്പുറ്റുകളും നമ്മൾ കടലിൽ ഡീപ് സീയിലോട്ട് വരുമ്പോൾ ഉള്ള കണ്ടു തുടങ്ങുന്ന അധികം ആഴമില്ലാത്തത് കണ്ടു തുടങ്ങി പറഞ്ഞ പവിഴപ്പുറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളും സംഭവങ്ങളും, പല കളറിലും തരങ്ങളിലുള്ള മത്സ്യങ്ങൾ, വലിയ വലിയ മത്സ്യങ്ങൾ, ചെറിയ ചെറിയ സ്രാവിന്റെ എടുത്തപ്പെട്ട മത്സ്യങ്ങൾ, അങ്ങനെ ആ ഒരു രീതിയിലോട്ട് വന്നു തുടങ്ങി ഇങ്ങോട്ട് എത്തുമ്പോൾ, നമ്മൾ ആ ടണലിന്റെ ഭാഗത്തോട്ട് എത്തുമ്പോൾ. അപ്പൊ അത് അവർ വളരെ നല്ല രീതിയിൽ ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക സീക്വൻസ് ആയിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കിങ്ങനെ അത് അറിഞ്ഞ് കണ്ടു പോകുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആദ്യം ഇത് കാണാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം ഇതാണ് അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടു പോകുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. ഇപ്പൊ ലാൻഡിൽ നിന്ന് നമ്മളിങ്ങനെ യാത്ര തുടങ്ങി അരുവികളുടെ സൈഡിൽ കൂടെ വന്ന് അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റിൽ കൂടെ വന്ന് അവിടെയുള്ള വിവിധ തരം ഈ പറഞ്ഞ മറ്റേ വെള്ളത്തിലെ കരയിലുമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിന്റെ സൈഡിലൊക്കെ ജീവിക്കുന്ന മൃഗങ്ങളെയും മത്സ്യവർഗത്തിൽപ്പെട്ട സാധനങ്ങളെയൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് പുഴകളിലെ ഇതിനെ കണ്ട് അവിടേക്ക് എന്തൊക്കെ ജീവജാലങ്ങളാണ്, എന്തൊക്കെ മത്സ്യങ്ങളാണ് ഉള്ളതെന്ന് കണ്ടു വന്ന് കടലിലോട്ട് എത്തുമ്പോൾ എന്തൊക്കെ തരം മത്സ്യങ്ങളാണ്, എന്തൊക്കെ വെറൈറ്റീസ് ആണ് കാണുക എന്നുള്ള രീതിയിലോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റിംഗ്റേ വരെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ അതായത് തെരണ്ടിയുണ്ട്, ആമയുണ്ട്. നമ്മൾ ആ കടലിന്റെ സൈഡിലോട്ട് ഡീപ് സീയുടെ സൈഡിലോട്ട് വരുമ്പോൾ അങ്ങനെയുള്ള വിവിധ തരം മത്സ്യങ്ങളെയും എല്ലാത്തിനെയും കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടണലിന്റെ അങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ ഒരു കടലിന്റെ അടിയിൽ വരുന്ന ഒരു ഫീല് തരാനായിട്ട് നമ്മളങ്ങനെ നടന്ന് കരയെ കൂടെ നടന്ന് കടലിന്റെ അടിയിൽ എത്തുന്ന ആ ഒരു ഫീലാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളൊരു കടലിന്റെ അടിയിൽ കൂടെ ടണലിൽ കൂടെ പോയി കടലിന്റെ അടിയിലുള്ള സാധനങ്ങളെല്ലാം കാണുന്ന ആ ഒരു ഫീലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായിട്ടാണ് അവർ ആ തീം അങ്ങ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇവിടം എല്ലാം ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. ഇവിടെ നല്ല സഫോക്കേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ആ ഒരു എൻ പാർട്ടിലോട്ട് നമ്മൾ എത്തിക്കഴിയുമ്പോൾ അവിടെ പല തരം മത്സ്യങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവര് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള ബോർഡുകളുണ്ട്. അപ്പൊ നല്ല കളർഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. എന്താ ഒരു ഡീപ് സീ അങ്ങ് ഇതിപ്പോ നമ്മൾ എന്താ പറയുക, ഒരു ഡീപ് സീ ഭയങ്കര ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലത്തോട്ട് എത്തുമ്പോൾ ഉള്ള ഒരു സെറ്റപ്പിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ പോയി കഴിയുമ്പോൾ ഈ കോറൽ റീൽസും അങ്ങനെയുള്ള വളരെ കുറച്ച് സാധനങ്ങളും കുറച്ച് മത്സ്യങ്ങളും അങ്ങനെയുള്ള ജീവികളും മാത്രം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡീപ് സീ വരെ എത്തി അങ്ങനെ കഴിയുന്ന ഒരു രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ അക്വേറിയത്തിന്റെ ആ ഒരു ഇതിന്റെ നമ്മുടെ എൻഡിലോട്ട് എത്തുകയാണ് അത് കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ അക്വാറിയത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് വന്ന് ഇവിടെ നമുക്ക് കൂടുതൽ അതിന്റെ വിശദീകരണങ്ങൾ, ഡീറ്റെയിൽസ്, ഡിസ്പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറെ അതിന്റെ ഇങ്ങനെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ മത്സ്യങ്ങളുടെ ഒരു ഇതൊക്കെ ഇപ്പൊ ഈ ഫൗണ്ടൻ പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്കറിയാം ഇത് ജെല്ലി ഫിഷുകളുടെ പലതരം ഇതൊക്കെ അവര് നമുക്ക് കൂടുതൽ അടുത്ത് കാണാനും അറിയാനുമായിട്ട് ചെറിയ ചെറിയ ഇതിലായിട്ട് നല്ല വെളിച്ചമുള്ളിടത്ത് ഇവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അല്ലാണ്ട് കാണാൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് ആ ഒരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് പല ടൈപ്പ് ജെല്ലി ഫിഷുകളുടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ അക്വേറിയം പോലെ സെറ്റ് ചെയ്തിട്ട്. കാണാൻ ചെറിയ ചെറിയ കടൽ കുതിരകള്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതിൻ്റെയൊക്കെ ചെറിയ അക്വേറിയം പോലെ അവർ സെറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ നമ്മളായി ഇറങ്ങി വരുന്നിടത്ത് അതും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ രസമാണ് ഇതെല്ലാം കാണാനായിട്ട്. നമുക്ക് ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര ഒരു നമ്മളൊരു സൈഫൈ മൂവിയിലൊക്കെ കാണുന്ന ചില സംഭവങ്ങൾ പോലെയൊക്കെ തോന്നി. നല്ലൊരു ഗ്രീൻ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ട്യൂബിനകത്ത് വെള്ളമൊക്കെ വെച്ചിട്ട് ഇവിടെ നമുക്ക് കാണാം ബാംബൂ ഷാർക്ക്, അതിന്റെ ഡീറ്റെയിൽസ്, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് തൊട്ട് വലുതായി വരുന്നവരെയുള്ള ആ ഒരു പാറ്റേണും കാര്യങ്ങളും, എങ്ങനെയാണ് വളർന്നു വരുന്നത്, അതിന്റെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെയാണ് അവർ വിശദീകരിച്ചത്. അങ്ങനെ ഓരോന്നിന്റെ അവർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഒരു ലൈഫ് സൈക്കിളും കാര്യങ്ങളും ഒക്കെ ഓരോ ടൈപ്പ് മത്സ്യങ്ങളുടെയും കാണാം, ഇവിടെ ആമകളുടെ, അപ്പൊ അതിന്റെയൊക്കെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് അവരിങ്ങനെ ബോർഡിൽ വിവരിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അതിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വീണ്ടും നമുക്കൊരു ആ ഒരു ജെല്ലി ഫിഷിന്റെ ഡിസ്പ്ലേ കാണാം. അതിന്റെ ആ ഒരു കളർ കോൺട്രാസ്റ്റ് അങ്ങനെ ലൈറ്റുകൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് കാണാവുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കളർ കോൺട്രാസ്റ്റ് നല്ല ഭംഗിയുണ്ട് സെറ്റ് ചെയ്യാം. ബ്ലൂവും പിങ്ക് ആ ഒരു ഇതിൽ വരുമ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. അപ്പൊ അതും കഴിഞ്ഞ് നമ്മുടെ ഡിസ്പ്ലേസ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോകുന്നതെന്ന് വെച്ചാൽ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരം എല്ലായിടത്തും അവിടുത്തെ എവിടെ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ചെന്നാലും ഫൈനൽ എത്തുക എന്ന് പറയുന്ന അവിടെ സോവനിയറുകളുടെ ഒരു സ്ഥലത്താണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഇതിന്റെ സോവനീഴ്സ് എന്തെങ്കിലും ഒക്കെ വാങ്ങി സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെ വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആണ്. അവിടെ അതിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. കാര്യം ചെറിയ സാധനമാണെങ്കിലും 14 റിങ്കറ്റ് അങ്ങനെയൊക്കെ ആ ഒരു റേറ്റിലാണ്, മലേഷ്യൻ റിങ്കറ്റ് ഒക്കെയാണ് വില വരിക. സോവനിയറിന്റെ ഒരു വലിയ ഷോപ്പ് തന്നെ ഉണ്ട് അവിടെ. നമുക്ക് ഏത് ടൈപ്പ് മലേഷ്യയിൽ ഇപ്പൊ ഇതിന്റെ മാത്രമല്ല, മലേഷ്യയിലെ എല്ലാ ടൂറിസ്റ്റ് സങ്കേതങ്ങളുടെയും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള സോവനീഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ട്. അങ്ങനെ എല്ലാ സോവനീഴ്സും കൊണ്ടുള്ള ഒരു സോവനീർ ഷോപ്പാണ്. അങ്ങനെ എന്തെങ്കിലും സോവനീർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ അവൈലബിൾ ആണ്, നമുക്ക് വാങ്ങിയിട്ട് പോകാം. അപ്പൊ ആ ഒരു എന്താ പറഞ്ഞ വാട്ടർ അല്ലെങ്കിൽ അക്വ തീമിലാണ് എല്ലാം അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ പറഞ്ഞ സോവനീഴ്സ് എല്ലാം. പിന്നെ ഈ പറഞ്ഞ KLCCയുടെ അവിടെ ആയതുകൊണ്ട് തന്നെ ട്വിൻ ടവറും അതിന്റെ ബന്ധപ്പെട്ടുള്ള സോവനീഴ്സും അങ്ങനെയും കൂടെ കുറെ ഉണ്ട്. KLCC എന്ന് പറയുന്നത് തന്നെ കൊല്ലം കൺവെൻഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സിറ്റി സെന്റർ ട്വിൻ ടവറിന്റെ അവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് സോവനീഴ്സും അവിടെ അവൈലബിൾ ആണ്. ഇത് കണ്ടറിയാമോ, ആ ഒരു ബോട്ടിന്റെ സെറ്റപ്പിൽ ആ ഒരു തീമിലൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ലൈഫ് ബോയ്സ് ഒക്കെ കിടക്കുന്നത് കാണാം. അപ്പൊ ആ ഒരു തീമൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോവനീർ ഷോപ്പ് ആണെങ്കിലും. അങ്ങനെ നമ്മുടെ KLCC അക്വേറിയം ബ്ലോഗ് ഇവിടെ കഴിയാണ്. നമ്മൾ ചെറുതായിട്ടൊരു സ്നാക്കിംഗ് കഴിച്ച് നിർത്തി. പുറത്ത് അതിവിശാലമായ കഫറ്റീരിയ ഉണ്ട്. അവിടെ നിന്ന് ഇഷ്ടമുള്ളത് കഴിക്കാം, നമുക്ക് യാത്രയാവാം. താങ്ക് യു.